തൃശൂർ പൂരത്തിന് ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനില്ല. ആന വരുമ്പോൾ തിരക്ക് കൂടുന്നതും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും കൊണ്ടാണ് പിന്മാറിയതെന്ന് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം അറിയിച്ചു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, പൂരപ്രേമികൾക്കൊക്കെ ഒരു നിരാശ തരുന്ന തരത്തിലുള്ള വാർത്തയാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും കാർത്തു, നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയാണ് കഴിഞ്ഞ വർഷമൊക്കെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശൂർ പൂരത്തിൽ പങ്കെടുത്തിരുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ തിടമ്പേറ്റി വരുന്ന നെയ്തലക്കാവ് ഭഗവതിയുടെ ആ ചടങ്ങാണ് ഏറ്റവും അവസാനമായി എത്തുന്ന പൂരച്ചടങ്ങ്. ഘടകക്ഷേത്രങ്ങളിലെ പൂരച്ചടങ്ങ് ഇത് എത്തുന്ന സമയം സാധാരണഗതിയിൽ 1 മണിയോടെ മേളം ശ്രീമൂലസ്ഥാനത്ത് തിടമ്പേറ്റി എത്തിയാൽ മേളം അവസാനിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രനാകുമ്പോൾ നിരവധി ആരാധകർ ഉൾപ്പെടെയുള്ളവർ ആനയ്ക്ക് ചുറ്റും കൂടും. ഇത് സമയം വൈകും. ഈ ചടങ്ങുകൾക്കെല്ലാം സമയം വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ആന തിടമ്പേറ്റി വരുന്ന രാമചന്ദ്രൻ തെക്കേ ക്ഷമിക്കണം ശ്രീമൂലസ്ഥാനത്ത് എത്തുന്ന സമയത്ത് മറുപ്രവാശത്ത് ഇലഞ്ഞിത്ര മേളം തുടങ്ങേണ്ടതുണ്ട്. ആ സമയത്ത് അവിടെയുള്ള ആളുകൾ എല്ലാവരും ആനയെ കാണുന്നതിനായി ആനയുടെ ചുറ്റും അടുത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ ആന പടിഞ്ഞാറ് നട കൂടി കയറി തെക്കേ നട കൂടി ഇറങ്ങി വേണം ഈ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ ആളുകളുടെ ബാഹുല്യം കൊണ്ട് ഈ ചടങ്ങെല്ലാം വൈകുന്ന ഒരു സാഹചര്യമുണ്ട്. 1 മണിക്കെല്ലാം മേളം അവസാനിക്കേണ്ടത് ഒരുപക്ഷെ 2 മണിയും അതിനപ്പുറത്തേക്കുമൊക്കെ കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. ആനയ്ക്ക് നടക്കാനുള്ള ആളുകളുടെ ആനയെ കാണാനും ഫോട്ടോ എടുക്കാനും മറ്റുമൊക്കെ നിരവധി ആരാധകർ നമുക്കറിയാം നിരവധി ആരാധകരുള്ള ഒരു ആന കൂടിയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ആനയെ കാണാനൊക്കെ അപ്പുറത്തെ സൈഡ് മടത്തിൽ വരവ് മേളം അവിടെ നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് ആളുകൾ നിരവധി പേർ ആനയെ കാണാനായി ഇങ്ങോട്ടെത്തും. അതുപോലെ തന്നെ ഇലഞ്ഞിത്തറ മേളം കാണാൻ എത്തുന്ന ആരാധകരെല്ലാം ആളുകളെല്ലാം മേള ആസ്വാദകരെല്ലാം ആനയുടെ നെയ്തലക്കാവ് ഭഗവതിയുടെ പൂരം അവിടെ എത്തുമ്പോൾ അവിടേക്ക് എത്തും. ചുരുക്കി പറഞ്ഞാൽ ആനയ്ക്ക് ചുറ്റും നിരവധി ആളുകൾ കൂടുന്നത് കൊണ്ട് സമയം വൈകും. ഈ ആന നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി പടിഞ്ഞാറൻ നടകൂടി കയറി തെക്കേ നടകൂടി ഇറങ്ങുന്ന ആ സമയം വൈകുന്നതിനനുസരിച്ച് ഇലഞ്ഞിത്തറ മേളം തുടങ്ങാനും വൈകും. മൊത്തത്തിൽ സമയം വളരെ വൈകുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം പറയുന്നത്. എന്തായാലും ഇത്തവണ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ പൂര വിളംബരം ചെയ്തിരുന്നതും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു. പിന്നീട് അത് മാറി നിലവിലിപ്പോൾ എറണാകുളം ശിവകുമാറാണ് പൂര വിളംബരം നടത്തുന്നത്. അതിൽ നിന്ന് പിന്നീടാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി വരുന്ന ഘടകപൂരത്തിന് വരുന്ന ഒരു കാഴ്ച ഉണ്ടായത്. കഴിഞ്ഞ തവണ ഉൾപ്പെടെ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയാണ് രാമചന്ദ്രൻ എത്തിയത്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണയെല്ലാം അനുഭവമാണ് ഇത്തവണ ആനയെ പങ്കെടുക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. തിരക്ക് മൂലം ഇലഞ്ഞിത്തറ മേളം ഉൾപ്പെടെ പല ചടങ്ങുകളും വൈകുന്നു. നിരവധി ആളുകൾ ആനയ്ക്ക് ചുറ്റും കൂടുന്നു. ആന തൃശ്ശൂരിലേക്ക് അവിടെ നിന്നും തിടമ്പേറ്റി നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്നും തിടമ്പേറ്റി രാവിലെ പുറപ്പെടുന്ന ആന തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തി പൂരപ്പറമ്പിലേക്ക് കടക്കുന്നത് മുതൽ നമുക്ക് കഴിഞ്ഞ തവണത്തെ പൂരം ലൈവിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം. നിരവധി ആളുകളാണ് ആനയ്ക്ക് ചുറ്റും കൂടുന്നത്. വളരെ ആളുകളെ നിയന്ത്രിക്കാൻ പണിപ്പെടുന്നത് കാണാം, ഉദ്യോഗസ്ഥരും പോലീസും ഉൾപ്പെടെയുള്ളവർ. പക്ഷേ ആ സമയം വളരെയധികം സമയം വൈകുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ തവണയൊക്കെ കണ്ടിരുന്നത്. അതെല്ലാം മുൻനിർത്തിയാണ് ചടങ്ങുകൾ വൈകുന്നത് മൂലമാണ് ഇത്തവണ ആനയെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് തെച്ചിക്കോട്ടുകാവ് ദേവസ്വം ഇപ്പോൾ പറയുന്നത്. പത്തു.